ഉദ്ദിത ദൈവമേ രക്ഷക സമാധാനമേ ഡെയിലി വിത്ത് ഗ്രേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് വിശ്വാസത്തെപ്പറ്റിയാണ്. മാധവൻ ചേട്ടനും അബ്ദുള്ളക്കായും തോമസ് ചേട്ടനും എല്ലാ ദിവസവും കൃത്യമായിട്ട് അവരുടെ അമ്പലത്തിലും പള്ളിയിലും പോകുന്ന വ്യക്തികളാണ്. 6 മണിക്കാണ് അവരുടെ വിശുദ്ധ കർമ്മങ്ങൾ അവിടെ ആരംഭിക്കുന്നത്. 5:30 എണീറ്റ് എല്ലാ ദിവസവും തോമസ് ചേട്ടൻ തൻ്റെ ഭക്ഷണം മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി റെഡിയാക്കിയ ശേഷമാണ് പള്ളിയിൽ പോകാറുള്ളത്. ചിലപ്പോഴൊക്കെ അദ്ദേഹം വളരെ നേരത്തെ 5:30 തന്നെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഒബ്സർവ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുമുണ്ട്. ഒരു ദിവസം അദ്ദേഹം എണീറ്റ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കറി വേഗാത്തിൻ്റെ ഫലമായിട്ട് 6:20 ആയപ്പോഴാണ് പള്ളിയിൽ എത്തുവാൻ കഴിഞ്ഞത്. പള്ളിയിൽ വിസ്തൃവാനെല്ലാം ഇറങ്ങിയപ്പോൾ ഒരാൾ ഓടി വന്ന് തോമസ് ചേട്ടനോട് ചോദിച്ചു, തോമസ് ചേട്ടാ, എന്തിനാണ് ഇങ്ങനെ പള്ളിയിൽ വരുന്നത്? വിസ്തൃവാൻ സ്വീകരിക്കാൻ പാടുണ്ടോ? നേരത്തെ കൃത്യസമയത്ത് വന്നാലല്ലേ അതിന് ഗുണമുള്ളൂ. ഉടനെ തോമസ് ചേട്ടൻ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ എണീറ്റ സമയം മുതൽ ഈശോയോട് കൂടി ആയിരുന്നു. ആത്മീയമായിട്ട് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടായിരുന്നേ. താമസിച്ചു പോയാലും ഞാൻ ഈശോയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ പലപ്പോഴും നേരത്തെ വരുമ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടോ, ഇത്ര നേരത്തെ നിങ്ങൾ വന്നല്ലോ, പ്രാർത്ഥിച്ചല്ലോ, എന്നെ നന്മ നിങ്ങൾക്ക് ഒരിക്കലും കാണുവാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോൾ ഒരിക്കലും മറ്റുള്ളവരുടെ നന്മ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഏതൊരു വ്യക്തിയെ കാണുമ്പോഴും അവരുടെ കുറവുകൾ മാത്രമേ നമ്മൾ കാണാറുള്ളൂ. കുറവുകൾ കണ്ടുപിടിച്ച് കുറ്റപ്പെടുത്തുവാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നമ്മൾ. അതായത് ഒരു വ്യക്തിയുടെ കുറ്റം കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹം ധരിച്ച വസ്ത്രം നോക്കും. കുറച്ച് കാണാൻ കുറവുള്ള വ്യക്തിയാണെങ്കിൽ പറയും, ഓ, ഇത്രയും നല്ല വസ്ത്രം ഇട്ടിട്ട് നിനക്ക് എന്താ ഗുണം, നിന്നെ കാണാൻ വലിയ ചന്തമൊന്നുമില്ലല്ലോ. അപ്പം നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ നന്മകൾ കാണുക തിന്മകൾക്ക് പകരമായിട്ട്. എപ്പോഴും തിന്മകൾ കാണാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് നമ്മളെല്ലാവരും. അത് ഉപേക്ഷിച്ച് മറ്റുള്ളവരുടെ നന്മ മനസ്സിലാക്കി അവരെ പ്രോത്സാഹിപ്പിക്കുവാനും തിന്മകൾ കാണുമ്പോൾ അത് തിരുത്തി കൊടുക്കുവാനുള്ള മനസ്സുണ്ടെങ്കിൽ നമ്മൾ ആത്മീയമായിട്ട് വളരുന്നതോടൊപ്പം അവരും വളരും. അതോടൊപ്പം ആധ്യാത്മികവും ഭൗതികമായിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും. പലപ്പോഴും നമുക്കതിന് സാധിക്കാറില്ല. മറ്റുള്ള കുറവുകൾ മാത്രം അന്വേഷിച്ചെടുക്കുന്ന മനുഷ്യരായി നമ്മൾ മാറിയിരിക്കുന്നു. ഈ അവസരത്തിൽ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ള നന്മകൾ കാണുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും യഥാർത്ഥത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ കാണുവാനും ബാഹ്യമായി മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്യാതിരിക്കുവാനും ദൈവം വസിക്കുന്ന ഉള്ളിലാണെന്നും ഉള്ളിൻ്റെ ഉള്ളിനെ കാണുവാനുള്ള മനസ്സ്, പ്രാർത്ഥനയിലൂടെ കാണുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ.